ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഒരു കട്ട്ലറ്റ് ഒക്കെ നമ്മൾ കഴിക്കുന്നത് പോലെയുള്ള ഒരു ടേസ്റ്റും അതിൻ്റെ പുറമേയൊക്കെ അങ്ങനെയാണ് നമുക്ക് ടേസ്റ്റ് തോന്നുക. ഉള്ളൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റിയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം പഴുത്ത പഴമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ആദ്യം നമുക്ക് പഴം ഞാൻ ഇതുപോലെ അതിൻ്റെ തൊലിയെല്ലാം ഉരിഞ്ഞ് ഒരു ബൗളിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അതൊരു സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ ഒന്ന് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കാം. സ്പൂൺ വെച്ചിട്ട് ഉടയ്ക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ ഫോർക്ക് എടുത്തിട്ടുണ്ട്. അതാകുമ്പം ഇച്ചിരി കൂടെ എളുപ്പമാണല്ലോ. അപ്പോൾ ഇതാ ഫോർക്ക് എടുത്ത് ഞാനിത് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഈ പഴക്കൊന്ന് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പ് തേങ്ങ ചെരുകിയത് ചേർക്കാം. ഇനി തേങ്ങ ഒരു 1/2 കപ്പ് വരെ നമുക്ക് ചേർക്കണം എന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ, നല്ല രുചിയായിരിക്കും. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഞാനിവിടെ എടുത്തിരിക്കുന്ന പഴത്തിന് അത്യാവശ്യം മധുരം ഉള്ളതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ ചേർത്തത്. ഇനി ഒട്ടും മധുരമില്ലാത്ത പഴക്കാണ് എന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർക്കുന്നത് 1 ഏലക്കയാണ്. ഏലക്കയുടെ കുരുവാണ്, അത് അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് ചതച്ചിട്ടോ പൊടിച്ചിട്ടോ ആണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു സ്പൂൺ വെച്ചിട്ട് ഈ ഒരു മിക്സ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഈ തേങ്ങയും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഴത്തിലൊന്ന് പിടിക്കണം. മാത്രമല്ല നിങ്ങൾക്ക് ഇനി കശുവണ്ടി അങ്ങനത്തെ എന്തെങ്കിലും ഡ്രൈ നട്ട്സ് ഒക്കെ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 രീതിയിൽ ചേർക്കാം. ഒന്ന് നമുക്ക് നെയ്യിൽ വറുത്തിട്ട് ചേർക്കാം, അല്ലാത്ത പക്ഷം ഇതിൽ തന്നെ നമുക്ക് നേരിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കുക. പാൻ ചൂടായി വരുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. നെയ്യൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നെയ്യ് ഉരുകി വന്ന ഉടനെ തന്നെ ഇതിനകത്തോട്ട് ഞാൻ ഒരു 1/2 കപ്പ് അവല്, ഇത് വെള്ളവലാണ് എടുത്തിരിക്കുന്നത്, വെള്ളവല് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒരു 1 മിനിറ്റ് സമയം എടുത്ത് മീഡിയം ഫ്ലെയിമിലൊന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ നെയ്യിൽ അതൊക്കെ മൂത്ത് വരുമ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ലും മാത്രമല്ല നല്ലൊരു ക്രിസ്പി ആയിട്ടും നമുക്ക് ഈ അവല് വരും. അത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അവലൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. നല്ല നല്ല നമുക്ക് ശബ്ദം കേൾക്കാൻ പറ്റും അതിൻ്റെ ഒരു ക്രിസ്പിനെസ്സിൻ്റെ. അപ്പോൾ ആ ഒരു സമയത്ത് ഫ്ലെയിം ലോയിലോട്ട് മാറ്റുക. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ ഒരു കൂട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഈ അവലും പഴവും എല്ലാം കൂടെ നെയ്യിലൊന്ന് മൂത്ത് വരണം. അപ്പോൾ അതുവരെ ഇളക്കാം. പിന്നെ മാത്രമല്ല ഈ ഒരു ഇതിലത്തെ അത്യാവശ്യമുള്ള വെള്ളമൊക്കെ ഒന്ന് നമ്മൾ വറ്റിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു പഴത്തിൻ്റെ മിക്സ് ഈ പാത്രത്തിൽ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് നമ്മൾ ചേർത്ത പഞ്ചസാരൊക്കെ പതുക്കെ മെൽറ്റ് ആവാൻ തുടങ്ങും. അങ്ങനെ ഇച്ചിരി ഒരു വെള്ളം പോലെ നമുക്ക് തോന്നും. പക്ഷെ സാരമില്ല, നമുക്ക് ഈ ലോ ഫ്ലെയിമിൽ നിന്ന് പതുക്കെ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൈവിടാതെ തന്നെ ഇതുപോലെ ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അതിന് ഒത്തിരി വെള്ളമൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ആ പഞ്ചസാര മെൽറ്റ് ചെയ്ത വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇത് നോക്കിക്കുക, നന്നായിട്ട് തന്നെ മെൽറ്റായി ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചൂടോടെ കൂടെ തന്നെ നമുക്കിതൊരു ബൗളിനകത്തോട്ട് മാറ്റിയെടുക്കാം. ഇപ്പോൾ കാണുമ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി മനസ്സിലാവും. നമുക്കിത് കയ്യിൽ ഉണ്ട പിടിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിലോട്ട് മാറ്റേണ്ടതാണ്. അപ്പോൾ അതിന് ഒട്ടും തന്നെ വെള്ളം ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത്രയും നമ്മൾ ഡ്രൈ റോസ്റ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് പല ഷേപ്പിലുണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്കത് ഇപ്പോൾ ഈ കാണിച്ച പോലെ റൗണ്ടായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. ഇനി അതല്ല ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഷേപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ഉണ്ടയാക്കി കയ്യിൽ ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് നമ്മൾ ആക്കുന്ന ഒരു ഷേപ്പ്, അതിലാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. കാരണം ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് എന്നും ഒരുപോലെ ഷേപ്പായി കഴിഞ്ഞാലും കൊള്ളത്തില്ലല്ലോ എന്ന് ഓർത്ത്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ഞാനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ 2 നേന്ത്രപ്പഴത്തിന് ഇത്രയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇത് അത്യാവശ്യം തന്നെയുണ്ട്. നിങ്ങൾക്കിനി സൈസ് കൂട്ടവും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിതിപ്പോൾ ഒരു കുഞ്ഞ് സൈസിൽ, കുഞ്ഞതെന്ന് പറയത്തില്ല, ഒരു മീഡിയം സൈസിലാണ് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല രുചിയാണ്. ഞാനിപ്പോൾ ഈ കാണിക്കാൻ പോകുന്ന സ്റ്റെപ്പുകളൊന്നും ചെയ്യുന്ന ഒരു നിർബന്ധമൊന്നുമില്ല, പക്ഷെ വേണമെങ്കിൽ ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക. അതിനകത്തോട്ട് നമുക്കൊരു കുഞ്ഞൊരു കോട്ടിംഗ് തയ്യാറാക്കാനായിട്ട് നമുക്ക് 2.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്.
ഇനി ഇത് രണ്ടും കൂടെ ഒരു സ്പൂൺ വെച്ച് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഒരു നല്ലൊരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നമ്മൾ തയ്യാറാക്കി ഷേപ്പാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പഴത്തിൻ്റെ മിക്സ് ഒന്ന് മുക്കിയെടുക്കാൻ പാകത്തിനുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ അത് ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെ വെള്ളം ഒഴിക്കുക. എന്നിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് നമുക്ക് കൊണ്ടുവരാം. അങ്ങനെ ഇതാണ് നമ്മുടെ ആ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കേട്ടോ. ഒത്തിരി ടൈറ്റും അല്ല ഒത്തിരി ലൂസും അല്ലാത്തൊരു ബാറ്ററാണ് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പം ഞാനിവിടെ അല്പം ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കുന്ന പല സ്നാക്സിൻ്റെയും സൈഡിലുള്ള അരുഭാഗം ഞാൻ ക്രസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തു. ആ സമയത്ത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടുള്ള ബ്രെഡ് ക്രംസ് ആണ് അത്. അതുകൊണ്ടാണ് അതിന് ആ ഒരു കളറുള്ളത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് നമ്മൾ ഷേപ്പാക്കി വെച്ചിരിക്കുന്ന പഴം എടുക്കുക. ഈ ഒരു ബാറ്ററിനകത്തോട്ടൊന്ന് നന്നായിട്ടൊന്ന് മുക്കി പുരട്ടിയെടുക്കുക. അതിനുശേഷം നമ്മൾ ബ്രെഡ് ക്രംസിനകത്ത് ഒന്ന് മുക്കി പുരട്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡിയാണ്. ഇനി ഇതാണ് നമ്മൾ വറുക്കാൻ പോകുന്നത്. അപ്പോൾ വറുക്കാനായിട്ട് ഞാനൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് എണ്ണ ചൂടാക്കിയതും. ആ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ ഈ ഒരു പഴത്തിൻ്റെ ഈ ഒരു കൂട്ട് ഇതൊന്ന് വറുത്തെടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ എല്ലാതും അല്ല കേട്ടോ, ഈ പാത്രത്തിൽ കൊള്ളുന്ന രീതിയിലുള്ള ആ ഒരു പഴത്തിൻ്റെ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചും മറിച്ചും ഇതിൻ്റെ ഒത്തിരി നേരമൊന്നും വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഈ ഒരു സ്നാക്കിൻ്റെ ഉള്ളിൽ ഇപ്പം തന്നെ നന്നായിട്ട് വെന്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ കോട്ടിംഗ് ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിനുള്ള ഒരു സ്നാക്കാണിത്. നമുക്ക് കഴിക്കാൻ തോന്നും സത്യത്തിൽ. അതങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ തോന്നും. വൺസ് ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ കഴിക്കൂ. ഈ ഒരു സ്റ്റെപ്പ് ഒന്നും ചെയ്യാൻ നിൽക്കത്തൊന്നുമില്ല. എങ്കിലും ഞാൻ പിന്നെ അത് അതിൻ്റെ ഒരു പൂർണ്ണത കിട്ടാൻ വേണ്ടി ഇത് പറഞ്ഞേ ഈ ഒരു സ്റ്റെപ്പ് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഇതിൻ്റെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഇതിന് നല്ലൊരു ഗോൾഡൻ കളർ വരും. അതുവരെ നമുക്കൊന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം. ഒത്തിരി നേരമൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. വളരെ കുറച്ച് സമയം മാത്രം മതി. ആ പുറമെയുള്ള ബ്രെഡ് ക്രംസും ആ ഒരു മൈദയുടെ ഒരു മിക്സൊക്കെ ഒന്ന് സെറ്റ് ആവാനുള്ള ഒരു സമയമാണ് നമുക്ക് വേണ്ടത്. അപ്പം നമുക്കിതാ നോക്കാം. ഇപ്പം തന്നെ ഞാൻ ഒരു സൈഡ് നിങ്ങൾക്ക് കാണാം. അത്യാവശ്യമൊക്കെ നന്നായിട്ട് തന്നെ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വറുത്ത് കോരാം. അപ്പോൾ ഞാൻ ഇതിങ്ങനെ പെട്ടെന്ന് തന്നെ വറുത്ത് കോരുന്നുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതിനകത്തൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈ സ്നാക്കൊക്കെ റെഡിയാണ്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിനകത്തോട്ടൊന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ബനാന സ്നാക്ക് ഇവിടെ റെഡിയാണ്. നേന്ത്രപ്പഴം കൊണ്ടും, പക്ഷെ ഞാനിത് റോബസ്റ്റ പഴം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇച്ചിരി കൂടുതൽ സമയം നമ്മളൊന്ന് വഴറ്റണമെന്ന് മാത്രം. കാരണം അതിനകത്ത് ഇച്ചിരി വെള്ളം കണ്ടന്റ് കൂടുതലാണോ ഉള്ളത്. അപ്പം ഇനി ഇതിൻ്റെ അകം എങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളത് കാണണ്ടേ. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാൻ നോക്കുക. അതിന് എക്സ്ട്രാ ടേസ്റ്റാണ്. ഇന്നിപ്പോൾ ഇവിടെ നട്ട്സൊക്കെ തീർന്നിരിക്കുന്ന ഒരു സമയമായതുകൊണ്ടാണെങ്കിൽ നട്ട്സ് ചേർക്കാൻ പറ്റാഞ്ഞ്. പിന്നെ ചിലവർ സംശയം ചോദിക്കാറുണ്ട് ഒരു നുള്ളു ഉപ്പ് ചേർക്കണ്ടേന്നൊന്നും. പക്ഷെ ഞാൻ അങ്ങനെ ചേർക്കാറില്ല പഴത്തിൻ്റെ റെസിപ്പീസിനൊന്നും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നുള്ളു ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കുവാണെങ്കിൽ നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനി പഴുത്തു പോയ പഴങ്ങളൊന്നും കളയാതെ ഇതേപോലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.